നിൻ സന്നിധി മതി എന്നേശുവേ, നിൻ പ്രസാദം മതി എനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നുമെന്നും. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, രാത്രികാലം മുഴുവനും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നന്നായി ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും വിട്ടുപിച്ചെന്ന് പറയുവാൻ തക്കണ്ണം ഒരു നല്ല രാത്രികാലം കൂടെ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവമേ, ഒരു നല്ല ദിവസത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ച സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായിട്ടൊന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും അൻപാർന്ന കരഞ്ഞങ്ങളെ ചാർത്ത് പിടിച്ചല്ലോ, ആപത്തനർത്ഥം നിങ്ങളെ വിടുവിച്ചല്ലോ കർത്താവേ, മരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് ഞങ്ങളാ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക കർത്താവേ. വീണ്ടും ഹാലിൽ നിന്ന് പകൽക്കാലം അവിടുന്ന് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലമെല്ലാം തന്ന് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഹാലിൻ്റെ പ്രാർത്ഥന ചേർച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കട്ടെ. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ ഞങ്ങളെ അറിയുന്നവനായ കർത്താവേ, ഹാലിൽ ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെപ്പാ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ആരോഗ്യത്തിലും കൃപയിലും വളരണം, പഠിക്കുവാൻ ബുദ്ധിജ്ഞാനം കൊടുക്കണം, അവരുടെ പരീക്ഷകളിലെല്ലാം കൂടെയിരിക്കണം, ജയത്തോടെ അവരെ നടത്തുമാറാകണം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ശത്രു അവരെ കാണരുത്, ദുഷ്ട പിശാച് അവരെ തുടരുത്, അന്ധകാരത്തിൻ്റെ ഒന്നും നേരെ കടന്നു വരാതെന്ന് സൂക്ഷിക്കുമാറാകണമേ. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടുവാൻ സമ്മതിക്കില്ലെന്ന് പ്രാർത്ഥിക്കുകയാ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം കോട്ടയമായി മാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൻ്റെ ബലമുള്ള കരുത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരുണ്ടപ്പോൾ. BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, മെഡിസിന് പഠിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, അപ്പോൾ നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുത്തരികയപ്പോൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ, കരുണ കാണിക്കണമേ, ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ, ഓർമ്മശക്തി കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷയിൽ നിന്ന് നല്ല മാർക്കോടെ പാസ്സാകണം. ഞങ്ങൾ കുഞ്ഞുങ്ങളിൽ ലക്ഷ്യം വെച്ച സ്ഥാനത്തവരെ കൊണ്ട് എത്തിക്കുമാറാകണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടപ്പോൾ അവരോട് കരുണ കാണിക്കണമേ, മനസ്സറിയുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ അവർക്ക് മുൻപിൽ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ സമയം ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും താങ്ങിക്കൊള്ളുമാറാകണമേ. ക്ഷീണങ്ങളെ ഭാരങ്ങളെ മാറ്റണമേ അപ്പാ. പ്രത്യേകിച്ച് നഴ്സുമാരായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. പല ബദ്ധപ്പാടുകളുടെ നടുവിൽ കൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നീ അവർക്ക് ആശ്വാസമായിരിക്കണമേ, സഹായമായിരിക്കണമേ, പൊന്നുകരത്തിൽ ചേർത്ത് കൊള്ളണമേ. ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, വേണ്ടുന്ന സമാധാനമൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കർത്താവ് താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ അപ്പാ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും വരെ വിടുവിക്കുമാറാകണം. ഹല്ലേലൂയ. കർത്താവ് കുടുംബത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ദൈവമായ കർത്താവെ, തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം അപ്പോൾ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. തക്ക തുണി ഒരുക്കിക്കൊള്ളണേ അപ്പോൾ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കുമാറാകണമേ അപ്പോൾ. നീയുടെ അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹാലിൽ സ്വർഗ്ഗമിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയെ ഹാലിയ ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. ഉപജീവനമാർഗത്തിൻ്റെ വകകളെ ചോദിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ താങ്ങിക്കൊള്ളുമാറാകണമേ. മാസം തികോളം കൂടിയിരിക്കണേ അപ്പാ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത തലമുറ കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മറ്റാ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയം. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവമാ, അത്ഭുതം ചെയ്യുന്ന ദൈവമാ, മാനിക്കുന്ന ദൈവമാ. യാചനകൾക്കും മറുപടിയുണ്ട്. ഹല്ലേലൂയ, ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ. ഈ സങ്കടയാചന കേൾക്കുമാറാകണം. നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ആമേൻ. നിൻ്റെ മുൻപിൽ കരയുന്നതെൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ. ജപ്തിയുടെ മക്കളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ. മറ്റു വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളെ തിരുമുൻപാകെ കൊണ്ട് തരുന്നു. എൻ്റെ അപ്പൻ അവിടുന്ന് സഹായിക്കണം, അത്ഭുതം ചെയ്യണം, തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കരുതണമേ എന്നടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം അപ്പച്ചൻ്റെ മുൻകരങ്ങളിൽ തരുന്നു. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് നൽകണമേ അപ്പാ. കഷ്ടനഷ്ടം കൂടാതെ കർത്താവ് കാത്തുകൊള്ളുമാറാകണം. എല്ലാ ജോലികാരികളിലും കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറച്ച് അനുഗ്രഹങ്ങളാൽ നിറച്ച് നടത്തണേ അപ്പാ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, വഴിമധ്യേ ആരും അലയുവാനും ഭാരപ്പെടുവാനും നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. സ്വർഗമല്ല മക്കളെ എന്നിച്ച് സ്ഥാനത്തെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗീയ സമാധാനം കൊണ്ട് ഓരോ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടപ്പോൾ അവരുടെ സങ്കടങ്ങളും കരുതി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി നന്ദി പറയുന്നു. സ്വർഗം ഓരോ മക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ എൻ്റെ കർത്താവേ, ബ്ലീഡിംഗ് ഉള്ളവർ, സ്തോത്രം സ്തോത്രം കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മ രോഗികൾ, അലർജിയുടെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ. ചെവിയുടെ അകത്ത് വേദന ഭാരപ്പെടുന്നവർ കർത്താവേ. കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, സംസാരശക്തിയില്ലാത്തവർ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവരപ്പാ. സ്തോത്രം സ്തോത്രം. ഷുഗറും പ്രഷറുമുള്ളവർ കർത്താവേ, സ്തോത്രം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, തൊട്ട് സുഖപ്പെടുത്തണമേ, സമാധാനം അയക്കണമേ, പൊന്നുകരം വഹിക്കണമേ അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ പോലും സൗഖ്യമുണ്ടല്ലോ കർത്താവേ. അവിടുന്ന് ഓരോ മക്കളെയും അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കിടക്കയിലും ആശുപത്രി മുറികളിലും വീൽ ചെയറിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എവിടെയെങ്കിലും ഓരോ മക്കളെയും സഹായിക്കണം, സ്വന്തം കാര്യം തീർപ്പാൻ ബലം കൊടുക്കണം. മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ കർത്താവേ, നിൻ്റെ മക്കളെ അവിടുന്ന് സൗഖ്യത്തോടെ കാത്തോണേ പാ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ ഉണ്ട് കർത്താവേ. കരുണ തോന്നണേ അപ്പാ. യേശുപ്പാ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടയിൽ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലികൾ വിശ്വസ്തയോടെ ചെയ്തിപ്പാൻ ഓരോ കർത്താവെ ഓരോ മക്കളെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. എല്ലാ ഹല്ലേലൂയ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.